ഏട്ടാ അതെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യമായില്ലെന്ന് തരാ പറഞ്ഞ ആളെ ഒന്ന് പറ്റിച്ചു. ഇസാഫുകാരും ഇന്നലെ പോയപ്പോഴും ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാതാ പറഞ്ഞു. മുത്തൂരുകാർ പിന്നെ നേരത്തെ ഇല്ലാന്നും പറഞ്ഞു. ഒന്ന് ചോദിക്കും ഞാൻ ഇത്തിരി പ്രയാസത്തിലാണ്. എനിക്കൊരു 2 ദിവസത്തെ സമയം. ചീത്ത പറയണ്ട, എനിക്കറിയാം നിങ്ങൾ സഹായിച്ചതാണ്, ഞാൻ തിരിച്ചു തരും. ഒരു 2 ദിവസത്തെ സമയം ഒന്ന് ക്ഷമിക്കും. ചീത്ത പറയണ്ട, തരാം. ഒന്ന് ക്ഷമിക്കും. വീട്ടിലെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ 2000 രൂപ കടം വാങ്ങിയതാണ്. ഇപ്പൊ എന്താ അവസ്ഥ? കടം വാങ്ങിയവനെ മേടിച്ച് വെളിയിൽ ഇറങ്ങാൻ വഴിയില്ല, വീട്ടുകാരെ മേടിച്ച് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കഷ്ടപ്പാട് എന്ന് തന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്ന അറിയില്ലല്ലോ എന്റെ ദൈവമേ. എടി എവിടെ ഞാൻ എത്ര നേരം ഇവിടെ കാത്തിരിക്കണം. എനിക്ക് വല്ല തിന്നാൻ കൊണ്ട് തരുന്നത്. എപ്പോ നോക്കിയാലോ ടിവിന്റെ മുമ്പിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. ആദ്യം ആ സാധനത്തിൽ തല്ലി പൊടിച്ചിട്ടേ കാര്യമുള്ളൂ. എപ്പോ തിന്നാൻ വന്നിരുന്നാലും എനിക്ക് ചീത്ത കെട്ടാലേ പറ്റുള്ളൂ. കഴിക്കാം. എന്താണ് ഇത്? തിന്നാൻ പറ്റുന്ന സമയത്താണ് എനിക്ക് ഈ പാലുള്ള പണ്ടാരങ്ങൾ എത്തുള്ളൂ. സ്കൂളിലാവുമ്പോ കുട്ടികൾ ഫീസ് ഒന്നും കൊടുക്കില്ല. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതന്നെ. ഒരുപാട് കുട്ടികൾ ഇനി ഫീസ് കൊടുക്കാനുണ്ട്. അയ്യോ അവനെന്താ പുറത്ത് നിർത്തിയെന്നാ പിള്ളേരൊക്കെ കൂടെ കളിയാക്കിയോന്നോ? എടാ ഞാനൊക്കെ എത്ര കാലം ടീച്ചറിനെ തല്ലുകൊണ്ടിരുന്നെന്ന് അറിയോ? കുറെ കാലം ഞാൻ വെളിയിലാ നിന്നുണ്ട്. സ്കൂളിലേ പോയിട്ടില്ല. ഇതൊക്കെ സ്കൂളിലുള്ളതാണ്. 2 മാസം ഉണ്ടല്ലോ എന്റെ സ്കൂൾ കൂട്ടാൻ. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാം. അവൻ പഠിച്ചിട്ട് ഇപ്പൊ കളക്ടറൊന്നും ആവാൻ പാടില്ലല്ലോ. ചായ കളിക്കാല്ലേ വേണ്ടി വരും. ഞാൻ ഇപ്പോഴാണ് നിനക്ക് 2000 രൂപ കടം വാങ്ങി തന്നത്. പണ്ടാരൊക്കെ തിന്നാൻ വന്ന ഈ പെണ്ണിന്റെ ഓരോ പരാതി തുടങ്ങി. ആര് കൊണ്ടുവരും? കഷ്ടം തന്നെ ദൈവമേ. ഇങ്ങനെ ഒരു സാധനം ഞാൻ കെട്ടിട്ട് വന്നല്ലോ. അയ്യോ